അറിഞ്ഞായിരുന്ന നമ്മുടെ നടൻ സിദ്ദിഖില്ലേ, അയാളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. അത് കേട്ട പാതി കേൾക്കാത്ത പാതി പോലീസ് പുള്ളിയെ തപ്പാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അറസ്റ്റ് വാറണ്ടൊക്കെ ആയിട്ട് ആ പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളിയില്ല, പുള്ളി മുങ്ങി. ഇപ്പൊ എവിടാന്നൊക്കെ ആർക്കും അറിയത്തില്ല. പുള്ളിയുടെ ഫോണ് സ്വിച്ച് ഓഫ്, എല്ലാ ഐറ്റവും സ്വിച്ച് ഓഫ്. ഇതൊന്നും അറിഞ്ഞില്ലേ, ഇവിടെ ഒന്നും ഇല്ലേ? ആ മക്കളെ, ഞാൻ അറിഞ്ഞായിരുന്നടാ. ഇന്ന് രാവിലെ ന്യൂസ് കണ്ടപ്പം അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു, ഇതുപോലെ സിദ്ദിഖിനെ ജാമ്യാപേക്ഷ തള്ളിയെന്നോ ഹൈക്കോടതിയിൽ നിന്ന്, അതുപോലെ അറസ്റ്റ് വാറണ്ട് എന്തോ പുറപ്പെടുപ്പിച്ച് അറസ്റ്റ് ചെയ്യാൻ പോയിന്നോ ഒക്കെ ഞാൻ കേട്ടായിരുന്നു. അതുപോലെ നമ്മുടെ മുകേഷിനെ പറ്റിയിട്ട് എന്തോ കേട്ട്. എന്ത് മക്കളെ, നമ്മുടെ മുകേഷിനെയും പോലീസ് ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് അവിടെ വെച്ച് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വിട്ടെന്നോ എല്ലാന്നൊക്കെ പറയുന്ന കേട്ട്. ഞാൻ ന്യൂസ് കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലെല്ലാം അറിഞ്ഞായിരുന്ന? അത് മക്കളെ ഞാൻ ഇപ്പോഴാണ് കേട്ടത് കേട്ടോ, നന്നായിട്ട്. നമ്മുടെ മുകേഷിൻ്റെ കേസിന് MLA ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പോലീസ് നമ്മുടെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞാണ് വിളിപ്പിച്ചത്. മറ്റേ രാമലീല സിനിമയ്ക്കകത്ത് നമ്മുടെ ദിലീപിനെ കൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്ന പരിപാടി അത് തന്നെ. അതിനകത്ത് പക്ഷേ കോമഡി അതാണ്, അതിനകത്ത് ഈ മുകേഷാണ് നമ്മളെ ദിലീപിനെ പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് MLA ആയതുകൊണ്ട് മുകേഷിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത്, എന്നിട്ട് MLA ആണല്ലോ, അവർക്ക് അതിനൊരു പരിപാടി നടത്തണമെന്നുള്ളത് കൊണ്ട് അവർ നേരെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ട് ആ വഴിക്ക് അങ്ങ് വിട്ട്. അതാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ ഇപ്പോൾ. പിന്നെ നമ്മുടെ സിദ്ദിഖിൻ്റെ കേസ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് എന്ന് കേട്ടു മക്കളെ. മിക്കവാറും ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ അടുത്ത് കാണാം, എല്ലായിടത്തും തപ്പിപ്പറക്കുന്നതാണ് കേട്ടത്. ഇതിൽ കൂടുതൽ വേറെ വല്ലതും ഉണ്ടാ കേട്ടാ? നമ്മുടെ സിദ്ദിഖിനെതിരെ എല്ലാ തെളിവും അവർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ മാരിയറ്റ് ഹോട്ടലിൽ പോയിട്ട് അവരുടെ രജിസ്റ്റർ, പഴയ എല്ലാ ഫുഡ് കഴിച്ചതും എല്ലാ സംഭവ തെളിവും എടുത്തു പോലീസ്. കട്ട സ്ട്രോങ് തെളിവുകളാണ് സിദ്ദിഖിനെതിരെ ഉള്ളത്. അതുകൊണ്ടൊക്കെ അല്ലേ ഇപ്പം ജാമ്യാപേക്ഷ തള്ളിയത്. പോലീസിന് അവരുടെ മാനം രക്ഷിക്കണ്ടേ, അതുകൊണ്ട് കട്ടിയ പാത കിട്ടാത്ത പാത ആളെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ന്യൂസ് കേൾക്കുന്നത് അതിന് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്ന്. ഇനിയിപ്പം സിദ്ദിഖ് എവിടെ പോയി കിടക്കണമെന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ. അതേ മക്കളെ, ഇപ്പോൾ സിദ്ദിഖിനെ കണ്ടാൽ നമുക്ക് അങ്ങനെ വല്ലതും തോന്നും. ഒന്നാക്കളൊന്ന് നോക്കി, ഇപ്പോൾ ഇൻ്റർവ്യൂവിനായാലും അല്ലാത്ത ഈ ജൂനിയർ പിള്ളേരുടെ അടുത്താണെങ്കിലും അവർ ഉപദേശിച്ചും അല്ലാതെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തും ഈ അഭിനയത്തിൻ്റെ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചും ഈ പറഞ്ഞ ദുൽഖറിൻ്റെ അടുത്തും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മോൻ്റെ അടുത്തൊക്കെ ഭയങ്കര കാര്യമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ മീറ്റിങ്ങിനൊക്കെ ചിലപ്പം കെട്ടിപ്പിടിക്കുന്ന അച്ഛൻ്റെ വാത്സല്യം സ്നേഹമൊക്കെ കാണിക്കുന്നു. ഇത് ചിലപ്പോൾ പണ്ട് ആ ചോരത്തിളപ്പായിട്ടുള്ള സമയത്ത് നടത്തിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ തെറ്റ് തന്നെയാണ് കേട്ടാ. ആ പെൺകൊച്ചി പറഞ്ഞതെല്ലാം അച്ചട്ട് കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോഴേ. ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത് എന്തോ ഫുഡ് കഴിച്ച മെനു വരെ കറക്റ്റായിട്ട് ആ പെൺകൊച്ചി പറഞ്ഞു. അപ്പോൾ അത് അവൾ അന്വേഷിച്ചപ്പോൾ അവർ ആ ഹോട്ടലിൽ അങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയോ വെളിയിൽ നിന്ന് കാണുന്ന സ്ഥലം, ഇതെല്ലാം പെൺകൊച്ചി പറഞ്ഞതെല്ലാം കറക്റ്റാണ് കേട്ടാ. മറ്റേ കേസുകളിൽ പോലെ അല്ല കേട്ടാ. കാര്യം സിദ്ദിഖിൻ്റെ കേസിൽ ആ പെണ്ണ് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നും കേട്ടാ. കാര്യം എല്ലാ കാര്യങ്ങളും എണ്ണി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. ആ ഫേസ്ബുക്കിൽ കൂടെ സിദ്ദിഖ് അയച്ച മെസ്സേജ് പുള്ളിയുടെ കാര്യമുണ്ട്. ഈ പറഞ്ഞത് അതിപ്പം തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇപ്പം നല്ലവനായിരുന്നു സിദ്ദിഖ് എന്ന് നമ്മളെല്ലാം കരുതിയെങ്കിലും പുള്ളി പണ്ട് മഹാവൃത്തിയിട്ടവനായിരുന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശമൊക്കെ ഉറപ്പായി പോലീസിൻ്റെ കാര്യത്തിൽ. ഇനിയിപ്പോൾ പുള്ളി ഇപ്പോൾ താണ്ടെ സുപ്രീം കോടതി പോയേക്കാണ് വീണ്ടും ജാമ്യം എടുക്കാൻ. അത് തന്നെ മക്കളെ, ഈ ലുക്കൗട്ട് നോട്ടീസൊക്കെ ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒളിക്കാൻ തീരുമാനിച്ചാൽ അവർ ഒളിക്കും. ഞാൻ ഇഷ്ടം പോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇല്ല. ഇപ്പോൾ സിനിമയിൽ തന്നെ എന്തോരം കാര്യങ്ങളുണ്ട്. ഇവരൊക്കെ അഭിനയിച്ച് തന്നെ എത്രയോ സ്ക്രിപ്റ്റുകളൊക്കെ ഇവർക്ക് ഒളിക്കാനും ഇതൊക്കെ കേസ് തെളിയിക്കാനും കേസ് മറയ്ക്കാനൊക്കെയുള്ള ഇഷ്ടം പോലെ സിനിമകളൊക്കെ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് പഠിച്ച് അഭിനയിച്ച ആൾക്കാരല്ലേ. ഇവർക്ക് കൃത്യമായിട്ട് നിയമം അറിയാം, നിയമത്തിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറണമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മുടെ മുകേഷിൻ്റെ കാര്യം എന്ത് പറ്റി മക്കളെ? കാര്യം ആ പെണ്ണെന്തോ ചാനലിലൊക്കെ വന്നിരുന്നിട്ട് എല്ലാം പൊളിച്ചടുക്കിയായിരുന്നല്ലോ. അരുൺകുമാറൊക്കെ വന്നിരുന്നിട്ട് എന്തോ പൈസ മേടിച്ചെന്നോ അത് കള്ളക്കേസാണെന്നൊക്കെ പറഞ്ഞ് മുകേഷിന് ജാമ്യം കിട്ടിയില്ലേ. പിന്നെ എന്തിനിപ്പോൾ അറസ്റ്റ് ചെയ്തത്? പക്ഷെ മുകേഷിൻ്റെ കേസിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടാ. നമ്മുടെ ആ പരാതിക്കാരി പെണ്ണില്ലേ, അവൾ പറഞ്ഞതിനകത്ത് ഏകദേശം എല്ലാം പൊളിഞ്ഞു പോവുകയാണ്. കാര്യം അവൾ പിന്നീട് വന്ന ഇൻ്റർവ്യൂവിനൊക്കെ പറഞ്ഞില്ല, അവൾ പൈസ ചോദിച്ചിട്ടുണ്ട്. കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ 25,000 രൂപ ചോദിച്ച്. പിന്നെ ആ പെണ്ണിൻ്റെ ആ കസിനാന്ന് പറഞ്ഞ് അവൻ 1,00,000 രൂപ ചോദിച്ച്. അതുപോലെ ഉമ്മ സ്മൈലി കൊടുക്കുന്നു, അതുപോലെ ഹാപ്പി ബർത്ത്ഡേ വിഷു കൊടുക്കുന്നു, ന്യൂ ഇയറിന് വിഷു കൊടുക്കുന്നു. അവൾ ആകെ തരികട ആയിട്ടുണ്ട്. അതുകൂടാതെ ആ പെണ്ണിന് വേറൊരു പരാതി വന്നിട്ടുണ്ടല്ലോ, അവളുടെ ഏതോ ബന്ധുവിനെ കൊണ്ട് കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതെനിക്ക് തോന്നുന്നില്ല വലുതായിട്ട് നിൽക്കുമെന്ന്.
പക്ഷേ സിദ്ദിഖിൻ്റെ കേസ് അങ്ങനെ അല്ല കേട്ടോ. അത് നിൽക്കും അത് സ്ട്രോങ് ആയിട്ട് തന്നെ പോകും മിക്കവാറും. പണ്ട് കൂട്ടുകാരൻ ദിലീപിൻ്റെ പുറകെ പോയ പോലെ ഇപ്പോൾ സിദ്ദിഖിൻ്റെ പുറയിലും ഉണ്ട്. ഇപ്പോൾ വാർത്ത മൊത്തം അതിന് തന്നെ. റിപ്പോർട്ടർ ചാനൽ ഇതിന് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയേക്കുകയാണ്. സിദ്ദിഖിനെ എങ്ങനെയെങ്കിലും പിടിക്കണം. കാര്യം പണ്ട് ദിലീപിൻ്റെ കേസിന് ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ പറഞ്ഞത് മൊത്തം സിദ്ദിഖായിരുന്നല്ലോ. അത് ശരിയാണല്ലോ മക്കളെ. ഈ റിപ്പോർട്ടർ ചാനലാണ് ഇതിൻ്റെയൊക്കെ പുറകെ നടന്നെല്ലാം കണ്ടുപിടിച്ച് തോണ്ടിക്കൊണ്ട് വരുന്നത്. അവന്മാർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേറെ വകുപ്പൊന്നും ഇല്ലല്ലോ. നല്ല ന്യൂസ് ഒന്നും കൊടുത്ത് ഇവന്മാർക്ക് റേറ്റിംഗ് കിട്ടാനും പോകുന്നില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഏഷ്യാനെറ്റിനെ വെട്ടാനാണ് 24 റിപ്പോർട്ടറും മരിച്ചു കിടന്ന് ഓടുന്നത്. ഇപ്പോൾ റിപ്പോർട്ടറൊക്കെ ഇങ്ങനെയാണെങ്കിൽ 24 വേറെ രീതിയിലായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഈ റിപ്പോർട്ടർ കാരണം ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പൊങ്ങി വരുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യമുണ്ട് മക്കളെ, ഈ 2 പേരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കപ്പെടണം. ഞാൻ അത് മാത്രമേ പറയത്തുള്ളൂ. കാര്യം ഈ 2 പേരുടെയും മുൻകാല ചരിത്രങ്ങളൊന്നും അത്ര വെടുപ്പല്ല. പിന്നെ ഇതിനകത്ത് വരുന്ന പെണ്ണുങ്ങൾ നല്ലവളാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കും അറിയത്തില്ല. ഇതെല്ലാം നിയമത്തിൻ്റെ വഴി പോയി കൃത്യമായിട്ടുള്ള കല്ലും തെല്ലും തിരിച്ചിട്ട് എല്ലാം റെഡിയായാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ ഒരെണ്ണോടെ കിടപ്പുണ്ട്, നമ്മുടെ ജയസൂര്യയുടെ കേസ്. അതിന് എന്താകുമെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. എന്ത് പറഞ്ഞാലും ഈ കേസ് ഒന്ന് തെളിഞ്ഞു കിട്ടിയാൽ മതി. ഈ കുണ്ടാമണ്ടി ചർച്ചകളും കാര്യങ്ങളും റേറ്റിംഗും എല്ലാം ഇതിൻ്റെ പുറകിലാണ് നടക്കുന്നത്. ഇതൊന്ന് തീർന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പം റിപ്പോർട്ടർ ചാനലാണ് മെയിനായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അവർക്ക് റേറ്റിംഗ് ഇപ്പോൾ ടോപ്പ് നമ്പർ 1 എത്താൻ വേണ്ടി വേറെ സബ്ജക്റ്റുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറകെയാണ് ഇപ്പോഴും നടക്കുന്നത്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. നിയമത്തിൻ്റെ വഴി പോട്ടെ. പിടിച്ച് അറസ്റ്റ് ചെയ്ത് തെളിവൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിടിച്ച് ശിക്ഷിക്കട്ടെ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ മുകേഷിൻ്റെ കാര്യത്തിൽ MLA ആയിട്ട് പോലും അവർ ഇത്രയും നടപടികളൊക്കെ എടുത്തല്ലേ. നീ കണ്ണി പൊടിയിടാനാണെങ്കിൽ അല്ലെങ്കിൽ പോലും. പക്ഷെ എന്തായാലും സംഭവം ഓക്കെയാണ്. ഇതുവരെ കേട്ടിടത്തോളം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്.